സുഹൃത്തുക്കളെ 10 മിനിറ്റ്സ് മൂവി എന്ന ചാനലിലേക്ക് സ്വാഗതം. വെറും 10 മിനിറ്റിനുള്ളിൽ ഒരു ഫുൾ മൂവി കണ്ടാൽ എങ്ങനെയിരിക്കും? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ വിജയ് സേതുപതി നായകനായിട്ട് അഭിനയിച്ച തലൈവ തലവി എന്ന മൂവിയാണ്. ആദ്യത്തെ സീനിൽ സിത്തിര എന്നയാൾ തന്റെ കുലദൈവം അമ്പലത്തിൽ നിന്ന് വന്ന് തന്റെ മോഷണം തൊഴിൽ മെച്ചപ്പെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത സീനിൽ നായകി പേരൻസിയുടെ വീട്ടിൽ നിന്നും അതേ കുലദൈവം അമ്പലത്തിലേക്ക് തന്റെ മകളുടെ മുടിയിറക്കാൻ പോവുകയാണ്. ഒരു ഫാമിലിയും തന്റെ മകന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്പലത്തിലേക്ക് തൊഴാൻ വന്നു. ഹീറോയിനിയുടെ ഫാമിലി അമ്പലത്തിലേക്ക് വന്ന് എത്തിയതും ഹീറോയിനിയുടെ അച്ഛൻ അരസംഘം മൊബൈൽ എടുത്ത് മുടിവെട്ടുന്ന ആൾക്ക് വിളിച്ച് വരാൻ പറഞ്ഞു. അയാളും വന്ന് കുട്ടിയുടെ മുടി ഇറക്കാൻ തുടങ്ങി. അപ്പോഴാണ് കഥാനായകൻ ആകാശിന്റെ എൻട്രി. ഹീറോ നല്ല ദേഷ്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന് ആ മുടിവെട്ടിനവനെ നല്ലോണം തല്ലി. എന്നോട് ചോദിക്കാതെ എങ്ങനെ എന്റെ മകളുടെ മുടി ഇറക്കുമെന്ന് ചോദിച്ചാണ് തല്ലുന്നത്. കാരണം ഇവർ രണ്ടുപേരും 3 മാസമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ആകാശിനെ അറിയിക്കാതെയാണ് ഇവർ മുടി ഇറക്കാൻ വന്നിരിക്കുന്നത്. ആകാശ് അവന്റെ കുഞ്ഞിനെയും എടുത്തിട്ട് ഒരേ ബഹളം ഉണ്ടാക്കുന്നു. ആകാശിന്റെ അമ്മയും വന്നിട്ട് അവളെയും അവളുടെ ഫാമിലി ഒരേ ചീത്തയായിരുന്നു. രണ്ടു കൂട്ടരും നല്ല വാക്കുവാദമായിരുന്നു. ആ സമയത്താണ് ആ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നില്ല ആ ഫാമിലി ഇവരിൽ ഇടപെട്ട് എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കുന്നു. കഥ ഫ്ലാഷ് ബാക്കിലോട്ട് വരുന്നു. ഹീറോയും ഹീറോയിനുടെ ഫാമിലിയും മധുരയിൽ ഒരു ഹോട്ടലിൽ നടത്തി വരുന്നതാണ്. ആകാശിന്റെ അച്ഛൻ, അമ്മ, പിന്നെ അവനൊരു സിസ്റ്റർ, ഒരു ബ്രദറും ഉണ്ട്. സിസ്റ്ററിന് കല്യാണം കഴിഞ്ഞതാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നിട്ട് പോകും. പിന്നെ ഇവരുടെ പെണ്ണ് കാണൽ ചടങ്ങാണ്. പെണ്ണിന്റെ വീട്ടുകാർ ചെക്കൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആകാശിന്റെ അച്ഛൻ പറയുന്നു അവൻ പൊറോട്ട മാസ്റ്റർ ആണെന്ന് പറയുന്നു. പൊറോട്ട മാസ്റ്റർ ആണെന്ന് കേട്ടപ്പോൾ അയാൾക്ക് ചെറുതായിട്ടൊന്ന് മുഖം ചുളുങ്ങി. അപ്പോൾ ആകാശിന്റെ അമ്മ അവൻ ഡബിൾ MA ആണെന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചുവിട്ടു. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് ഹാപ്പിയായി. ചെക്കന്റെ വീട്ടുകാരും പറയുന്നു അവൻ സ്പെഷ്യൽ വെറൈറ്റി പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നു. ആ സമയത്താണ് പേരരസിയുടെ ബ്രദർ പൊറിച്ചെൽവൻ വരുന്നത്. അവൻ വന്നതും പറയുന്നു ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയാമെന്ന്. അവർ ഇറങ്ങുന്ന സമയത്ത് ആകാശൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡിഷ് അവൻ അവൾക്ക് കൈമാറുന്നു. അവളും അവളുടെ ഫാമിലിയും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. അങ്ങനെ അവർ രണ്ടുപേരും ക്ലോസ് ആകുന്നു, പഴകുന്നു. ഇവൻ ഓരോ സമയത്തും വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു. അവളുടെ പേരൻസിനും യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവളുടെ ചേട്ടനും ചെറിയൊരു എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവർ പുറത്തു പോയി കഴിക്കുമ്പോഴാണ് ആകാശൻ ഇവളോട് ഒരു കാര്യം പറയുന്നത്. എന്റെ അമ്മ അന്ന് പറഞ്ഞത് പോയി, ഞാൻ ഡബിൾ MA ഒന്നുമല്ല, ഞാൻ 10th ഫെയിലാണ് എന്ന് പറയുന്നു. അപ്പൊ പേരരസി ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് ഒരു മറുപടി പറയുന്നു. അവൻ ഉണ്ടാക്കുന്നതൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവൾ ഇതൊന്നും കാര്യമാക്കി എടുത്തില്ല. വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. പെട്ടെന്ന് പേരരസിയുടെ ചിത്തപ്പനും ചിത്തിയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അരസംഘം കുഞ്ഞിനെ തന്നിട്ട് പോകാൻ പറയുമ്പോൾ അവരെല്ലാവരും കൂടി വീണ്ടും വാക്കുവാദത്തിൽ ഏർപ്പെടുന്നു. അതിനിടയിൽ പെട്ടെന്ന് പേരരസിയുടെ ചിത്തപ്പൻ തോക്കെടുത്ത് ചൂണ്ടി. ആകാശം നീ ഷൂട്ട് ചെയ്ത് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തോക്കടിച്ച് മാറ്റി. എല്ലാവർക്കും നേരെ ഇങ്ങനെ തോക്ക് ചൂണ്ടി കാണിക്കുന്നു. ഇദ്ദേഹം പറയുന്നു കുട്ടികളൊക്കെ ഉള്ളതാണ്, തോക്ക് താഴെ ഇറക്കാൻ പറയുന്നു. അപ്പോഴാണ് ആ പയ്യൻ പറയുന്നത് അപ്പ ഇത് വെറും ഡമ്മി തോക്കാണെന്ന്. അപ്പ അവനൊന്ന് ആലോചിച്ചു, എന്നാൽ ഇതൊന്നും പരിശോധിച്ച് നോക്കണമല്ലോ എന്നിട്ട് മണ്ണിന് നേരെ തോക്ക് ചൂണ്ടുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് വരുന്നു. പൊറിച്ചൽവന്റെ ഫ്രണ്ട് പറയുന്നു ആ ഫാമിലി ഒരു റൗഡി ഫാമിലിയാണ്, അച്ഛനും മക്കൾ രണ്ടുപേരും റൗഡികളാണ്, ഒരു ടൈപ്പ് ഫാമിലിയാണെന്ന് പറയുന്നു. പിറ്റേ ദിവസം ആകാശിന്റെ അച്ഛനോട് ഇവർ വന്ന് പറയുന്നു നമുക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല എന്ന്. ഇത് കേട്ടതും ആകാശന് സഹിക്കാൻ പറ്റിയില്ല, നല്ല വിഷമമുണ്ടായിരുന്നു. ആ പറഞ്ഞു കൊടുത്തനെയും അടിച്ച് വണ്ടിയിലിട്ടിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. പണ്ട് ഞങ്ങൾ ചില ഗുണ്ടാ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ പേരിൽ ഈ കല്യാണം വേണ്ട എന്ന് വെക്കരുത്. ഇപ്പോൾ ഞങ്ങൾ ഹോട്ടൽ നടത്തി മാന്യമായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു. അവന് വിദ്യാഭ്യാസം കൂടി ഇല്ല എന്നറിഞ്ഞതിന് ശേഷം അവരാരും ഒട്ടും സമ്മതിക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം കേട്ട് പേരരസിയും പറയുന്നുണ്ട് ഈ പറഞ്ഞ ഗുണ്ടാ പരിപാടി എന്റെ അച്ഛനും ചേട്ടനും ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛൻ 2 പേരെ കൊന്നിട്ട് ജയിലിലടക്കം പോയിട്ടുണ്ട്. 2 പേരും നല്ല ഒന്നാം തരം ഗുണ്ടകളായിരുന്നു. പൊറിസൽവനും കൂട്ടുകാരും ആകാശിനെ നല്ലോണം അടിച്ചു. നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെയും വിവാഹം കഴിക്കില്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങി വരണമെന്ന് ആകാശൻ പേരരസിയോട് പറഞ്ഞു. അങ്ങനെ ഇവൾ അടുത്ത നിമിഷം തന്നെ വീട്ടുകാരെ വിട്ടിട്ട് ആകാശിന്റെ കൂടെ ഇറങ്ങി വരികയാണ്. അതേസമയം ആകാശിന്റെ അമ്മ പേരരസിയുടെയും ആകാശത്തിനെയും ജാതകം വെച്ച് നോക്കിയപ്പോൾ ജോത്സ്യൻ പറയുന്നു ഇവൾ ഈ വീട്ടിലേക്ക് വന്നാൽ ചെക്കന്റെ അച്ഛനെയും അമ്മയും ഒരു സൈഡിലാക്കിയിട്ട് ഇവൾ ഈ വീടിന്റെ റാണിയാവും. പെട്ടെന്ന് ഒരു പെണ്ണ് വന്ന് തന്റെ വീടിന്റെ എല്ലാ അധികാരവും കൈക്കലാക്കുന്നത് അവർക്ക് ഇഷ്ടമായില്ല. അപ്പോഴാണ് പെട്ടെന്ന് ആകാശം വിളിച്ചിട്ട് ഇവൾ എന്റെ കൂടെ ഇറങ്ങി വന്നു, 2 മാലയും വാങ്ങിയിട്ട് എല്ലാരെയും കൂട്ടിയിട്ട് പെട്ടെന്ന് അമ്പലത്തിലേക്ക് വാ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്പലത്തിൽ പോയി കല്യാണമൊക്കെ നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞു. അവര് കുടുംബത്തോടെ എല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പേരരസിയുടെ അച്ഛൻ അവളെ കാണാൻ വന്നു. ഗേറ്റ് തുറന്നതും വണ്ടിയുടെ പേരും കടയുടെ പേരൊക്കെ തന്റെ മോളുടെ ആയതുകൊണ്ട് അദ്ദേഹം സന്തോഷത്തോടെ കയറി വരുന്നു, ഇരിക്കുന്നു. മകൾ വന്നതും കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. മകൾക്ക് അച്ഛൻ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അങ്ങനെ കുറെ കഴിഞ്ഞ് ഒരു ദിവസം പേരരസി അമ്പലത്തിലേക്ക് പോയിട്ട് വന്നിട്ട് എല്ലാവർക്കും ഈ പൊട്ട് വെച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ആകാശിന്റെ അച്ഛൻ പറഞ്ഞത് നീ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുകയെന്ന്. ഇത് കേട്ടതും ആകാശിന്റെ അമ്മയ്ക്ക് ശരിക്കും ഒന്ന് കൊണ്ടു. ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന് അവൾ സന്തോഷത്തോടെ ഈ പൈസയൊക്കെ വാങ്ങിയിട്ടു. എന്നിട്ട് ആകാശിന്റെ അച്ഛൻ പറയുന്നു സാധാരണ കിട്ടുന്നതിനേക്കാളും ഇന്ന് എക്സ്ട്രാ 5000 പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയുന്നു. എന്റെ മരുമകൾ നല്ല രാശിയാണെന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതൊന്നും അവന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് ആകാശിന്റെ സിസ്റ്റർ വരുന്നത്. കടയ്ക്ക് അവളുടെ പേര് ഒഴിവാക്കിയിട്ട് പേരരസിയുടെ പേര് കണ്ടതും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല ദേഷ്യത്തോടെ അകത്തേക്ക് വരികയാണ്. അങ്ങനെ അവൾ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നിട്ട് അമ്മയോട് പറഞ്ഞ് അവളെ ഓരോ പണി ഏൽപ്പിക്കുന്നു. അങ്ങനെ ഇവൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവൾക്ക് ഓരോ പണികൾ കൊടുക്കുകയായിരുന്നു. വെള്ളം ഒഴിക്കുക, സാധനങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പോഴാണ് ഒരു ദിവസം അവൾ അമ്മയോട് പറഞ്ഞ് അവളെ എച്ചിലില എടുക്കാൻ പറഞ്ഞത്. അവളും ഇഷ്ടമല്ലാതെ അത് എടുക്കുകയായിരുന്നു. പേരരസിയുടെ ഭർത്താവ് ഇത് കണ്ടതും എന്തിനാ നീ ഇത് ചെയ്യണം, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പോഴാണ് ഇവർ തമ്മിൽ ഓരോരോ വഴക്കുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെ ഇവന്റെ അമ്മയും സിസ്റ്ററും നിരന്തരം ഇവൾക്ക് ഓരോരോ പണികൾ കൊടുക്കുകയായിരുന്നു. അതേ തുടർന്ന് ഇവരെപ്പോഴും വഴക്കായിരിക്കും. പിന്നെ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഇദ്ദേഹം പറയുന്നു ആ കുഞ്ഞ് പകുതി മുടിയോടെ ഇരിക്കുകയല്ലേ, എത്രയും പെട്ടെന്ന് ആ മുടി ഇറക്കുക, ബാർബറെ ഒന്ന് വിളിക്കുക എന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആകാശിന്റെ അനിയൻ ആ ബാർബറയെ അടിച്ച് കൂട്ടിയിട്ട്
കൂട്ടിയിട്ട് വന്നത്. അവൻ വന്നതും അവന്റെ അമ്മ അവനെയും മൂപ്പിച്ചു വിട്ടു. ഇവനും അവരോട് പോയി നല്ല വാക്കുവാദം പെട്ട് അടിയും പിടിയൊക്കെ ആയി. ആകാശനും കൂട്ടരും വേണ്ട വേണ്ട എന്ന് പിരിച്ചുവിടാനൊക്കെ വന്നു. ഇവിടത്തെ ഈ പ്രശ്നം വലിയൊരു അടിയാകുമെന്ന് ഓർത്ത് അവിടെ നിന്ന് ഒരാൾ കള്ളന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് പോലീസിനെ വിളിച്ചു. പോലീസിന് ഈ നമ്പർ കണ്ടതും മനസ്സിലായി ഈ കള്ളനാണെന്ന്. പക്ഷെ വിളിച്ച ആൾ വേറെ ആളായിരുന്നു. അയാൾ ഈ പ്രശ്നത്തെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. ഇത് കേട്ടതും പോലീസ് ആ സംഭവ സ്ഥലത്തേക്ക് വരാൻ തുടങ്ങി. അതേസമയം ഈ ചിത്തി പോർസെൽവനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവനും അവന്റെ ആളുകളെയും കൂട്ടി അവിടെ വരാൻ തുടങ്ങി. ആകാശനും ശരി, ആര് വന്നാലും ശരി, എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് MLA-യും അവരുടെ കൂട്ടുകാരും അവിടെ വരുന്നത്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇടപെട്ട് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഈ കുടുംബ പ്രശ്നം ഒന്ന് തീർത്തു തരണമെന്ന്. അങ്ങനെ വീണ്ടും ഇവർ പിരിഞ്ഞിരിക്കാനുള്ള കാരണം അന്വേഷിക്കുന്നു. നിരന്തരം ഇവർ തമ്മിൽ പ്രശ്നമായിരിക്കുമ്പോൾ പേരരസി പിണങ്ങിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോകും. ആകാശം എപ്പോഴും അവളുടെ പിന്നാലെ പോയിട്ട് പിണക്കം മാറ്റി കൊണ്ടുവരും. പിന്നീട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ട് കുറച്ച് നന്നായിട്ട് പോകുമ്പോഴാണ് ആകാശിന്റെ സിസ്റ്റർ വരികയും അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേരരസിയോട് വഴക്കിന് പോകും. ഇവള് വന്നാൽ തന്നെ പ്രശ്നമാണെന്ന് പേരരസിയും പറയുന്നു. ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് പേരരസിയോട് അവളും ചോദിക്കുന്നു. അങ്ങനെ പ്രശ്നമുണ്ടായി വീണ്ടും അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഇരിക്കെ ആകാശനും അവളുടെ പിറകെ പോയിട്ട് അവളുടെ വീട് വരെ എത്തുന്നു. മരുമകനെ കണ്ടതും അരസാംഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നു. പക്ഷെ പോർസെൽവന് അവൻ ഇപ്പോഴും അവന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അവൻ മാറി നിന്നു. എന്നാൽ ആകാശൻ വിഷമത്തോടെ ഒരു കാര്യം അരസാംഗത്തിനോട് പറയുന്നു. സ്വന്തം ഭാര്യയുടെ വീട്ടിൽ വന്നിട്ട് അളിയൻ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇരുന്നാൽ ആരും ഭക്ഷണം കഴിക്കാൻ നിൽക്കില്ല. പക്ഷെ ഞാൻ കഴിക്കും, എന്റെ പേരരസിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും ഇവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറിയിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങും. വീണ്ടും പ്രസന്റിലേക്ക് അരസിയുടെ അമ്മ പറയുന്നു, ഇനി ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട, ഒഴിവാക്കി തരണമെന്ന്. MLA-യുടെ ആൾക്കാർ അരസിയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങളുടെ ബന്ധം വേർപ്പെടുത്തി തരണം. അപ്പോൾ ആകാശത്തിന്റെ അമ്മ ചോദിക്കുന്നു, എന്തിന് വേർപ്പെടുത്തണം, നിനക്ക് എന്താ കുറവ് വെച്ചതെന്നൊക്കെ ചോദിക്കുന്നു. ഇവള് പ്രഗ്നന്റ് ആയതിനു ശേഷം വളകാപ്പൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ടാണ് നടത്തിയിരുന്നത്. അങ്ങനെ വീണ്ടും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെണ്ണിന്റെ ചിത്തി പറയുന്നു, ഞങ്ങളിട്ട് സ്വർണവും പണവും തിരികെ വേണമെന്ന്. അപ്പോൾ അത് ആകാശിനോട് ചോദിച്ചപ്പോൾ ആകാശ് പറയുന്നു, നാളെ തന്നെ തരാമെന്ന്. പക്ഷേ ആകാശിന്റെ അനിയൻ പറയുന്നു, നാളെയൊന്നുമല്ല, ഇന്ന് ഇപ്പൊ തന്നെ തരാമെന്ന് പറയുന്നു. ആകാശത്തിന്റെ അനിയൻ അച്ഛനെ വിളിച്ചിട്ട് സ്വർണവും പണവുമായിട്ട് അമ്പലത്തിലേക്ക് വരാൻ പറയുന്നു. അപ്പോൾ ആകാശിന്റെ അച്ഛൻ പറയുന്നു, സ്വർണമൊക്കെ പണയം വെച്ചിരിക്കുകയല്ലേ, ഞാൻ അളിയനോട് വിളിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ പേരരസി ആകാശിനോട് ചോദിക്കുന്നു, ഇത്രയും സ്നേഹമുള്ളവൻ 3 മാസം എന്തുകൊണ്ട് എന്നെ കാണാൻ വന്നില്ല എന്ന്. അപ്പോൾ ആകാശൻ പറഞ്ഞു, ഞാൻ ഓരോ സമയം വരാൻ നിൽക്കുമ്പോൾ എന്റെ അമ്മയാണ് എന്നെ തടഞ്ഞത്, നീ എന്തിന് മാനം കെട്ട് വിളിക്കാൻ പോണു, അവള് വേണമെങ്കിൽ അവൾ ഇങ്ങോട്ട് വരട്ടെ എന്ന്. ഒരു വഴിയിൽ ഞാൻ ഈ അവസ്ഥയിലാകാൻ എന്റെ അമ്മയാണ് കാരണമെന്ന് പറയുന്നു. സ്വർണവും പണവും എടുത്ത ആകാശിന്റെ അളിയൻ വക്കീലിനെ കണ്ട് ഇന്ന് തന്നെ ഡൈവേഴ്സ് കിട്ടുന്ന പോലെ ചെയ്തു തരണമെന്ന് പറയുന്നു. ആകാശൻ ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും എന്റെ കുടുംബത്തിനെ എങ്ങനെയെങ്കിലും ചേർത്ത് വെക്കണമെന്ന്. പെട്ടെന്ന് ആകാശിന്റെ അച്ഛൻ വിളിച്ചിട്ട് സ്വർണവും പണവും ഒക്കെ കിട്ടി, സ്വർണവും പണവും ഒക്കെ കൊടുത്തിട്ട് എന്റെ മരുമകളെയും കുഞ്ഞിനെയും മകന്റെ കൂടെ വിടണമെന്ന് പറയുന്നു. സ്വർണമൊക്കെ വാങ്ങിക്കാം, പക്ഷേ കുഞ്ഞിനെ തരാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ആകാശൻ പറയുന്നു, എന്റെ കുട്ടി എന്റെ കൂടെ തന്നെ ഉണ്ടാവും, നിനക്ക് പറ്റുവാണെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന് പറയുന്നു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നു. ഇവർ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങളായതുകൊണ്ട് ആകാശിന്റെ അമ്മ ആകാശിന് വേറൊരു കല്യാണം കഴിച്ചു കൊടുക്കാൻ, അതായത് ആകാശിന്റെ മുറപ്പെണ്ണിന് കല്യാണം കഴിക്കാൻ പ്ലാൻ ഇടുകയായിരുന്നു. അതിനായിട്ട് താമ്പൂലത്തട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തത് പേരരസി എങ്ങനെയോ അറിഞ്ഞു. ഇത് അവളുടെ അമ്മയമ്മയോട് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്തു. ഇതിനെപ്പറ്റി പറഞ്ഞ് ആകാശിനോട് അവൾ ഒരേ വഴക്കായിരുന്നു. എന്നാൽ ആകാശിന് ഇതൊന്നും അറിയുമായിരുന്നില്ല. എന്നാൽ അവൾ പലതവണ ഇവിടെ വരുന്നതും ആകാശിനോട് ചിരിച്ച് സംസാരിക്കുന്നതും തമാശയ്ക്കാണെങ്കിലും അവൾ പേരരസിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞാൽ ആകാശൻ ഇന്നെ ഒഴിവാക്കിയിട്ട് എന്നെ കിട്ടുമെന്ന്. ഇതൊക്കെ പേരരസിയുടെ മനസ്സിലുള്ളത് കൊണ്ട് ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അവൾ കരുതുന്നു. എന്നാൽ ആകാശൻ എത്ര പറഞ്ഞിട്ടും അവൾ വിശ്വസിക്കുന്നില്ല. അവൾ റൂമിൽ പോയി മനസ്സ് തകർന്നിരിക്കുകയാണ്. അവൾ പോർസെൽവനെ വിളിച്ചിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും കൂട്ടിയിട്ട് പോയെന്ന് പറയുന്നു. പക്ഷേ ആകാശൻ ചാകാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു വലിയൊരു കിണറിൽ പോയി ചാടി. പക്ഷേ അവൻ അതിൽ ചാകാൻ മാത്രമുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ അതിൽ തന്നെ പെട്ടുപോയി. ആ സമയത്താണ് അവിടെ പോർസെൽവനും അവന്റെ ആൾക്കാരും എത്തിയത്. അവൻ അവരെ എല്ലാവരെയും ഒരു വഴിയാക്കിയിട്ടാണ് അവിടെ നിന്ന് അവളെ കൂട്ടിയിട്ട് പോയത്. എന്നാൽ ഇവരെയൊന്നും അടിച്ചത് ശരിയായില്ല എന്ന് പേരരസി എത്ര പറഞ്ഞിട്ട് പോർസെൽവൻ കേൾക്കുന്നില്ല. എങ്ങനെയോ ആകാശൻ പുറത്തു വരുമ്പോൾ കാണുന്നത് തന്റെ വീട്ടുകാരെയെല്ലാം പോർസെൽവൻ അടിച്ചിട്ടതാണ്. അവൻ ദേഷ്യപ്പെട്ട് പോർസെൽവന്റെ ആൾക്കാരെയൊക്കെ അടിക്കാൻ പോകുന്നുണ്ട്. അവൻ കുറെ ഫൈറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്കും പോർസെൽവൻ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് അവരെ വിളിച്ചിട്ട് ഇനി ഒരു കാരണവശാലും പേരരസിയുടെ വീട്ടിൽ പോകുകയോ ശല്യം ചെയ്യുകയോ ചെയ്യരുതെന്ന് എഴുതി വാങ്ങുന്നു. അതുകൊണ്ട് അവനക്ക് പോകാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ അവന്റെ കുഞ്ഞിനെയും ഭാര്യനെയും വല്ലാതെ മിസ്സിംഗ് ആയിരുന്നു. അവരുടെ ബന്ധം പഴയ പോലെ ആകാൻ വേണ്ടിയിട്ട് അവൻ ഓരോ അമ്പലങ്ങളിലും കയറി ഇറങ്ങാൻ തുടങ്ങി. അതുപോലെ തന്നെ പേരരസിയും ചെയ്യുന്നുണ്ട്. അവൻ ആകെ തകർന്നൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. പോർച്ചൽവനും അവന്റെ ആൾക്കാരും അമ്പലത്തിലെത്തി. രണ്ടുപേരും നല്ല അടിയായിരുന്നു. അപ്പോൾ MLA-യുടെ ആൾക്കാർ ചണ്ടയാകണ്ട എന്ന് പിരിച്ചുവിട്ട് എല്ലാരെയും പുറത്തു പോകാൻ പറയുന്നു. ആകാശൻ പെട്ടെന്ന് പേരരസിയെയും കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഓട്ടോയിൽ പറന്നു പോണു. പോർച്ചൽവനും ടീമും അവരെ തുരത്തി പിന്നാലെയെ പോവാണ്. എന്നിട്ട് ഒരു സ്ഥലത്ത് വെച്ച് രണ്ട് കൂട്ടരും നല്ല അടിയാകുകയാണ്. അപ്പോഴാണ് പോർച്ചൽവന്റെ ആ ഫ്രണ്ട് പറയുന്നത്, അരസി എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണാണ്, ഞാൻ അവനെ വിടില്ല എന്ന് പറയുന്നു. ഇവനാണ് പോർച്ചൽവനോട് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇത് കേട്ടതും ആകാശൻ അവനെ നല്ല അടിയടിക്കുന്നു. പെട്ടെന്ന് അറസാംഗം അവിടെ വന്നിട്ട് പോർച്ചൽവന്റെ ഫ്രണ്ടിനെ അടിക്കുന്നു. അപ്പൊ പോർച്ചൽവൻ ചോദിക്കുന്നു, അവൻ എന്തിനാണ് അടിക്കുന്നത്, ഇവനല്ലേ പെണ്ണിനെ തൂക്കിട്ട് വന്നതെന്ന്. അപ്പോഴാണ് അറസാംഗം ചെറിയൊരു പോർഷൻ പറയുന്നത്. ആകാശിന്റെ അളിയൻ ഡൈവേഴ്സ് പേപ്പറുമായിട്ട് വന്ന് പറയുന്നു, ഇതിൽ സ്വർണവും പണവും ഒക്കെ ഉണ്ട്, ഇതിൽ ഈ ഡൈവേഴ്സ് പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ മതി എന്ന് പറയുന്നു. സൈൻ വാങ്ങാനായിട്ട് ആകാശിന്റെ അടുത്ത് പോകുന്നു. അവൻ പറയുന്നു അരസി ഫസ്റ്റ് ഇടുന്നു. ഇവള് പറയുന്നു ആകാശം ഫസ്റ്റ് ഇട്ടേ എന്ന്. ആകാശന്റെ അമ്മ വേണ്ട വേണ്ട എന്ന് പറയുന്നു. പക്ഷെ ആകാശൻ സൈൻ ഇട്ട് കൊടുത്തു. അവൻ കുഞ്ഞിനെ എടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, എന്തായാലും നിന്റെ അമ്മയും എന്റെ അമ്മയും നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ അവൻ കുറച്ച് സെന്റി ഡയലോഗൊക്കെ അടിച്ചിട്ട് കുഞ്ഞിനെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും മാപ്പ് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. പോകാൻ സമയത്ത് തന്നെ ആകാശിന്റെ അമ്മ ആ കുഞ്ഞിനെയും തൂക്കിയിട്ട് വരുന്നു. അപ്പൊ പേരരസിയും
പറയും ഞാനും വരാം എന്ന് ഓടി വരുന്നു. പോകുമ്പോഴാണ് അമ്മായിയമ്മ പറഞ്ഞത് വേറൊരു പെണ്ണിനെ നിശ്ചയം ചെയ്തതൊക്കെ സത്യമാണ്, പക്ഷേ അത് നിന്റെ ഭർത്താവിനല്ല, എന്റെ രണ്ടാമത്തെ മകനാണെന്ന്. അവൾ ഇടയ്ക്കിടയ്ക്ക് കടയ്ക്ക് വന്നതും അവനെ നോക്കാനായിരുന്നു. ഞാൻ നിന്നെ വെറുതെ വെറുപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണെന്ന് പറയുന്നു. അങ്ങനെ പരസ്പരം രണ്ട് കൂട്ടരും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് അവർ ഒരുമിച്ചിരുന്ന് കുഞ്ഞിന്റെ തല മുട്ടയടിക്കുന്നു. പിന്നീട് ഒരു ദിവസം ഇദ്ദേഹം അവരുടെ ഹോട്ടലിന് മുന്നിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷമായി ഭക്ഷണം കഴിക്കുന്നതായിരുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇവരെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പ്രശ്നമായിട്ട് പേരരസി ആകാശിന്റെ ഫാമിലിക്കെതിരെ കേസ് കൊടുത്തു. ഒടുവിൽ അവരുടെ പ്രശ്നം മൂത്ത് കോർട്ടിൽ ഡിവോഴ്സിന് വേണ്ടി എത്തി. കോർട്ട് അവരിന് ഡിവോഴ്സും കൊടുത്തു. എന്നാൽ പിറ്റേ ദിവസം അവർ വീണ്ടും ഒരുമിച്ച് അതേ ഹോട്ടലിലായിരുന്നു. സ്നേഹത്തോടെ അവർ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു. എന്താണ് നടക്കുന്നതെന്ന് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ അരസി പറയുന്നത് ഇത്രയും നാളെ ഇങ്ങനെ വെറുതെ പിണങ്ങി പോവാ തിരിച്ചു വരിക എന്നൊക്കെ ഉണ്ടായിരുന്നു. ഡിവോഴ്സ് കിട്ടിയതിനു ശേഷമാണ് മനസ്സിലാകുന്നത് ഞാൻ അവന്റെ ഭാര്യയുമല്ല, അവൻ എന്റെ ഭർത്താവുമല്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ എന്നെ തിരിച്ചു വിളിക്കാനും വരുന്നില്ല. അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ഇരിക്കപ്പുറതില്ലാണ്ട് ഇവിടേക്ക് വന്നു. ഡിവോഴ്സ് വാങ്ങിയവരൊക്കെ വീണ്ടും ഒന്നിച്ചു ചേരുന്നത് ചുറ്റുമുള്ളവരൊക്കെ ഇത് കൗതുകത്തോടെയാണ് കാണുന്നത്. ഇതോടെ ഈ സിനിമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും മൂവി പറയണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.